ജൂലൈ 6 മുതൽ 8 വരെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ സന്ദർശനം ഇന്ത്യയുടെ സമുദ്ര നയതന്ത്രത്തിലും ഇന്തോ പസഫിക് മേഖലയിലെ തന്ത്രപരമായ സമീപനത്തിലും നിർണായക വഴിത്തിരിവായേക്കും. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ദ്വിപക്ഷ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം കിഴക്കൻ ഏഷ്യൻ മേഖലയുമായുള്ള സാമ്പത്തിക സുരക്ഷാ നാവിക സഹകരണം വിപുലീകരിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന് പുതിയ ദിശാബോധം നൽകുന്ന സന്ദർശനമായിരിക്കും ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രതിരോധം, സമുദ്ര സുരക്ഷ, വ്യാപാരം, അടിസ്ഥാന സൗകര്യ വികസനം, ഇന്തോ പസഫിക് മേഖലയിലെ സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചകളിൽ പ്രധാന സ്ഥാനം നേടുമെന്നാണ് പ്രതീക്ഷ. ഈ സന്ദർശനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വിഷയങ്ങളിലൊന്ന് ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിന്റെ വടക്കേ അറ്റത്തുള്ള സമ്പാക് തുറമുഖവുമായി ബന്ധപ്പെട്ട സഹകരണമാണ്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലൊന്നായ മലാക്ക കടലിടുക്കിന്റെ പ്രവേശന കവാടത്തോട് ചേർന്നാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ തുറമുഖം ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ തന്ത്രപരമായ പ്രാധാന്യമുള്ള കേന്ദ്രമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ഇന്ത്യക്ക് ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര നിരീക്ഷണ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായകരമാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സമ്പാക് തുറമുഖത്തിന്റെ വാണിജ്യപരവും ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടതുമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനൊപ്പം സമുദ്ര സുരക്ഷാ സഹകരണവും വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ വിഷയത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കൽ, അറ്റകുറ്റപ്പണി, വിതരണ ശൃംഖല പിന്തുണ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ സബാങ്ങിൽ വികസിപ്പിക്കാനുള്ള സാധ്യതകളും ഇരു രാജ്യങ്ങളും പരിശോധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ. സബാങ് തുറമുഖത്തിന്റെ തന്ത്രപ്രധാന സ്ഥാനം ചൈനയുടെ പ്രത്യേക ശ്രദ്ധയാകർഷിക്കുന്ന ഘടകമാണ്. ലോക വ്യാപാരത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതകളിലൊന്നായ മലാക്ക കടലിടുക്കിലൂടെ തന്നെയാണ് കിഴക്കൻ ഏഷ്യയിലേക്കുള്ള ചരക്ക് കപ്പലുകളുടെ വലിയൊരു വിഹിതവും സഞ്ചരിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലും ആഫ്രിക്കയിലും നിന്ന് ചൈന ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയുടെ ഭൂരിഭാഗവും ഈ കടൽപാതയിലൂടെയാണ് ചൈനീസ് തുറമുഖങ്ങളിൽ എത്തുന്നത്. അതോടൊപ്പം ചൈനയുടെ കയറ്റുമതിയുടെ വലിയൊരു വിഹിതവും ഇതേ പാതയിലൂടെയാണ് ആഗോള വിപണികളിലേക്ക് എത്തുന്നത്. അതിനാൽ മലാക്ക കടലിടുക്ക് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഊർജ്ജ സുരക്ഷയ്ക്കും നിർണായകമായ ജീവിത ശൃംഖലയായി തന്നെയാണ് കണക്കാക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് മലാക്ക ധർമ്മസങ്കടം എന്ന ആശയം സുരക്ഷാ വിദഗ്ധർ പരാമർശിക്കുന്നത്. ഏതെങ്കിലും അന്താരാഷ്ട്ര സംഘർഷ സാഹചര്യത്തിൽ മലാക്ക കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെട്ടാൽ ചൈനയുടെ എണ്ണ വിതരണ ശൃംഖലയെയും വ്യവസായ ഉൽപാദനത്തെയും കയറ്റുമതിയെയും അത് ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്ക വർഷങ്ങളായി ചൈനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ മലാക്ക കടലിടുക്കിന്റെ സുരക്ഷയും തുടർച്ചയായ പ്രവർത്തനവും ചൈനയുടെ ദേശീയ തന്ത്രത്തിൽ പ്രധാന സ്ഥാനമാണ് വഹിക്കുന്നത്. ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ സൈനിക കമാൻഡിനോട് ഭൗമശാസ്ത്രപരമായി വളരെ അടുത്തായതിനാൽ സബാങ് തുറമുഖത്തിന്റെ പ്രാധാന്യം ഇന്ത്യക്കും വർദ്ധിക്കുന്നു. ഈ മേഖലയിൽ കൂടുതൽ ലോജിസ്റ്റിക് പിന്തുണ ലഭിക്കുന്നതോടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും മലാക്ക കടലിടുക്കിന് സമീപമുള്ള സമുദ്രമേഖലയിലും കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ സാധിക്കും. അന്താരാഷ്ട്ര സമുദ്രപാതകളുടെ സുരക്ഷ ഉറപ്പാക്കുക, കടൽ കൊള്ള, അനധികൃത കടത്തൽ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുക തുടങ്ങിയ മേഖലകളിലും ഇത് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തുന്നത്. ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന നാവിക സാന്നിധ്യവും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയും സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്തോനേഷ്യയുമായുള്ള ഈ സഹകരണം അതിന്റെ ഭാഗമായാണ് വിലയിരുത്തുന്നത്. സമുദ്ര സുരക്ഷ, സ്വതന്ത്രവും തുറന്നതുമായ സമുദ്ര ഗതാഗതം, അന്താരാഷ്ട്ര നിയമങ്ങളുടെ സംരക്ഷണം എന്നിവയിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ ഏകോപനം പുലർത്താൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ സന്ദർശനത്തിലുണ്ടാകുന്ന തീരുമാനങ്ങൾ ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധത്തിന് പുതിയ ഊർജ്ജം പകരുന്നതിനൊപ്പം ഇന്തോ പസഫിക് മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാധീനവും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് നയതന്ത്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. സമ്പാക് തുറമുഖവുമായി ബന്ധപ്പെട്ട സഹകരണം കൂടുതൽ വികസിക്കുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യയുടെ സാന്നിധ്യവും സമുദ്ര സുരക്ഷാ സംവിധാനവും കൂടുതൽ കരുത്താർജിക്കുമെന്ന് കരുതുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.